രണ്ട് ഹല്ലേലൂയ സിറ്റുവേഷനിൽ വളർന്നവർ, രണ്ട് തരത്തിൽ ജീവിച്ചവർ. ഒരുമിച്ച് പോകുക എന്ന് പറയുന്നത് അല്പം പ്രയാസമാണ്. പക്ഷേ കൃപ ലഭിച്ച ഒരു ദൈവമൈതലിന് ഹല്ലേലൂയ തരണം ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവവിളി കേട്ട് യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്ന സേവിക്കുന്ന ഒരു ദൈവമൈതലിന് ഹല്ലേലൂയ അമ്മായിയമ്മയുടെ ഇഷ്ടം എന്താണെന്നും ഹല്ലേലൂയ മരുമകളുടെ ഇഷ്ടം എന്താണെന്ന് അമ്മായിയമ്മയ്ക്കും തിരിച്ചറിയാൻ കഴിയും. അങ്ങനെയുള്ളപ്പോൾ അവിടെ വിഷയങ്ങൾ ഉണ്ടാകാതെ ആ കുടുംബം വളരെ ക്രമീകൃതമായി ദൈവസന്നിധിയിൽ അടിസ്ഥാനപ്പെട്ട് മുന്നോട്ട് പോകുവാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, ഈ പരീക്ഷകൾ ഉണ്ടാകുന്നത് ഭവനത്തിലാകാം, കുടുംബത്തിലാകാം, ജീവിതയാത്രകളിലാകാം, സമൂഹത്തിൽ നിന്നാകാം, ചുറ്റുപാടിൽ നിന്നാകാം. എന്തിൽ നിന്നായാലും അതിനെയൊക്കെ തരണം ചെയ്യാൻ ഒരു കൃപയുടെ വ്യാപാരം നമ്മുടെ മേൽഭാഗത്തിലുണ്ട്. ആ കൃപയുടെ വ്യാപാരം എന്താണെന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ ജീവിക്കുന്ന ഒരു ദൈവമൈതലിന് ഹല്ലേലൂയ എല്ലാവരെയും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. എല്ലാവരുടെയും ഹല്ലേലൂയ നല്ല വാക്കുകൾ കേൾക്കാൻ കഴിയും. ആകാത്ത വാക്കുകൾ അവർ പറഞ്ഞാൽ അതിനെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് വേണ്ട രീതിയിൽ ക്രമീകരിച്ചു, വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തു അവിടെ നിലനിൽക്കുവാനുള്ള ഒരു കൃപയുടെ സാന്നിധ്യം അവർ പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ അവിടെ പറയുകയാണ്, പരീക്ഷ സഹിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം. അപ്പോൾ കൊള്ളാകുന്നവനാകുന്നത് എങ്ങനെയാ? ഈ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യുക, മാനേജ് ചെയ്യുക. ഈ പ്രശ്നങ്ങളെയൊക്കെ മാനേജ് ചെയ്യുന്നതല്ല, അത് എരുതിയിൽ എണ്ണ ഒഴിക്കുകയല്ല, എരുതി വെള്ളം ഒഴിക്കണം. എരുതിയിൽ എണ്ണ ഒഴിച്ചാൽ അത് ആളും കത്തും. എന്നാൽ വെള്ളം ഒഴിച്ചാൽ അത് കെട്ടുപോകും എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നിടത്ത് സ്വാന്തനവുമായി ചെല്ലുന്ന ഒരു വിവേക ബുദ്ധി. പ്രശ്നങ്ങൾ ഉള്ള